കുറേ ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു രസം കൂട്ടിയിട്ട് ചോറ് കഴിക്കണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നെന്താ പിന്നെ രസമാക്കാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞേ. അങ്ങനെ നമ്മൾ രസം ഉണ്ടാക്കുന്ന കാര്യം തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ രസം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പം ഞാൻ തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. മറന്നുപോയ സാധനം മറ്റൊരു രീതിയിൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അമ്മ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ വറ്റൽ മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവേ. ശേഷം നമുക്ക് ഈ ചതച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ ചതയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുരുമുളകും കൂടി ഇട്ട് അതും കൂടി ചതച്ചെടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ സാധനമാണ് ഞാൻ മറന്നുപോയത്. ഞാൻ ഈ 3 സാധനം മാത്രമായിട്ട് ചതച്ചെടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മളിതിലോട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെച്ച സാധനം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളത്തിൻ്റെ മാത്രം ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ രസം ഒഴിക്കുമ്പോൾ അതിനകത്ത് ഫുൾ ഇങ്ങനത്തെ കരടായിരിക്കും. അതുകൊണ്ടാട്ടോ നമ്മളിതിങ്ങനെ ഊറ്റിയെടുക്കുന്നത്. ഇത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ആ വേസ്റ്റായിട്ട് വന്ന സാധനം എല്ലാം കൂടി നമുക്ക് കളഞ്ഞേക്കാം കേട്ടോ. ഇത് ഈ വെള്ളത്തിൽ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിന് മാത്രം ആവശ്യമുള്ളേ. ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്തേക്കും കുറച്ചേറെ ചുവന്നുള്ളി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന ടൈം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് നല്ല പഴുത്ത തക്കാളിയും കൂടെ അരിഞ്ഞു കൊടുക്കാവേ. പക്ഷേ ഇവിടെ പഴുത്ത തക്കാളി അത്ര നന്നായിട്ട് പഴുത്ത തക്കാളിയിലായിരുന്നു, ചെറിയൊരു പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു. അതാട്ടോ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇത് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് മല്ലിയില ഇടുന്ന ആൾക്കാരും ഉണ്ട്, നമ്മളിപ്പോൾ അത് ഇടാറില്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും പിന്നെ നമ്മുടെ മറന്നുപോയ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് ആ ഒരു മുളക് പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈം വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ വെള്ളമില്ലേ, ആ വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പിഴുപുളിയിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു പുളിയുടെ ഇതൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ വെള്ളം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ മുളകൊക്കെ ഇട്ട് വെച്ചിരുന്ന വെള്ളം എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ആ പുളിവെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ രസം ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. രസത്തിനാണെങ്കിൽ നല്ല എരിവും പുളിയും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. കായപ്പൊടി ഇച്ചിരി ഏറെ നമ്മൾ ചേർക്കണം കേട്ടോ, കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്ര നന്നായിട്ട് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ഈ രസത്തിനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കായപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ചോറിലൊഴിച്ചല്ലാതെ നമുക്കിങ്ങനെ കയ്യിൽ കോരി കുടിക്കാൻ അടിപൊളിയാട്ടോ ഈ രസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി വേറൊരു വീഡിയോയിലാണ് കേട്ടോ.